ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെട്ടെന്ന് ഹറിബറി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടത്. പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മാത്വിയിലെ ഒരു സാരിക്ക് വേണ്ടിയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹക്കോബിയാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്, ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു ബ്ലൗസ് വെച്ചിട്ട് കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കി അതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ യെല്ലോ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത കാരണം കൊണ്ട് ചില ഭാഗങ്ങളിൽ അധികം ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞാൻ വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്താട്ടോ ശ്രദ്ധിച്ച്, വേറെ കളറായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കണ്ടേനെ. ഓക്കെ, അപ്പോൾ നമുക്കിനി മാർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാം. താഴെ ഒരു 2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് മുകളിലേക്കാണ് ഞാൻ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ലൈൻ ഇട്ടിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട്. 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുക, 1/2 ഇഞ്ച് ലൂസും 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വേസ്റ്റും ലൂസും 2 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ഇഞ്ച് തന്നെ സീം അലവൻസ് ഇടണം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മുതൽ നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് വരെയുള്ള ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ബസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒരു പോയിൻ്റ് കിട്ടും. ഇനി ആ പോയിൻ്റിൽ നിന്ന് നേരെ താഴത്തേക്കൊരു ലൈൻ ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് കേട്ടോ ഫ്രണ്ട് മാർക്ക് ചെയ്യണേ. ഇത് നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്, അപ്പോൾ ബാക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല. എങ്കിൽ ഞാനത് അങ്ങനെ ചെയ്ത് ശീലിച്ച് പോയി കാരണം വരച്ചതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊരു 1/2 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ആം ഹോൾ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ആം ഹോളിൻ്റെ അവിടേക്ക് ജോയിൻ്റ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ വേസ്റ്റ് ലൈനില്ലേ, അവിടെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് അകത്തിയിട്ട് ഇതുപോലൊരു ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കുക. കണ്ടോ? ഇതേപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ അടിച്ച് പോകാനായിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. പിന്നെ എത്രയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തു. 3 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യും. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3.5 ആവും കേട്ടോ നെക്ക് വിഡ്ത്ത്. നെക്ക് ലെങ്ത്ത് താഴേക്ക് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ചൊന്ന് വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു വൈഡായിട്ട് കിട്ടുന്ന പോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ടൊരു നെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു 1 ടക്ക് ബ്ലൗസ് ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രിൻസസ് കട്ട് തന്നെ മതി എന്നുള്ളൊരിതിൽ ചെയ്തതാണ് കേട്ടോ. ലാസ്റ്റ് ഡേ, അപ്പോൾ സൺഡേ ആയിരുന്നു ഇത് ഇടാൻ ആവശ്യമുണ്ടായിരുന്നത്. സാറ്റർഡേ ആണ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഒക്കെ. അപ്പം തിക്കും തിരക്കായിട്ട് ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണിത്. ഷോൾഡറിൻ്റെ അവിടെ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ടിൽ കൈ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരു വരയിൽ കൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ആ പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നെക്ക് ലൈൻ കട്ട് ചെയ്യാതെ ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഷേപ്പാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് ലൈൻ നമ്മളിത് മെയിൻ ഫാബ്രിക്കുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത്. താഴെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് ഇട്ടിരുന്നല്ലോ, അപ്പോൾ അത് 2 ഇഞ്ച് വേണ്ട. അതുകൊണ്ട് ഞാനത് 1 ഇഞ്ചാക്കിയിട്ട് ഒരുപോലെ വെച്ചത് 1 ഇഞ്ചാക്കിയിട്ട് കട്ട് ചെയ്യും. ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് സൈഡാണ് കേട്ടോ. നെക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ബാക്കിലേക്ക് ഇതുപോലെ ഓപ്പണിംഗ് ഉള്ള സൈഡ് വരുന്ന രീതിക്ക് വെക്കുക. അവിടെ നമുക്ക് പടി വെക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഞാനവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇടുന്ന ലൈൻ എന്താ വെച്ചാൽ അത് തേരുവശമാണ്, അത് കട്ട് ചെയ്ത് കളയാനാണ്. പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് പടി വയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോവും, അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അതിന് ശേഷം 5.5 ഇഞ്ച് ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളും ചെസ്റ്റും വേസ്റ്റും നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേ രീതിയിൽ ഇവിടേക്കും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക, അതിന് ശേഷം സീം അലവൻസ് കൊടുക്കുക. പിന്നെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, അതിൻ്റെ സീം അലവൻസ് കൊടുക്കുക. 1 ഇഞ്ചാണ് കേട്ടോ സീം അലവൻസ് ഇടുന്നത്. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ബാക്കിൽ നമ്മളൊരു ടക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടക്കിനുള്ള സ്പേസും കൂടിയിട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1 ഇഞ്ചിൽ ടക്ക് ഇടാം, നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. അതിനുള്ള സ്പേസ് നമ്മൾ സീം അലവൻസ് ഇടുമ്പോൾ ഇടണമെന്നേ ഉള്ളൂ. ഞാൻ ടക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്.
ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത് 2 പോർഷനായിട്ടാണ് കിട്ടുക. നമുക്ക് ബാക്കിലാണ് നമ്മൾ ഹുക്ക് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 സെപ്പറേറ്റ് 2 പീസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ക് വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ സാധാരണ അത് പോകുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താ വൈറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, കഴുകിയിട്ടിട്ട് പോലും ആ ഒരു യെല്ലോ ഷെയ്ഡ് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് പാട് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ബ്ലൂ വെച്ച് വരച്ചെങ്കിൽ നല്ല കളർഫുള്ളായേനെ. അപ്പോൾ ഇതിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു പാട് കാണാണ്ടിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക് ഇതുപോലെ 2ആയിട്ട് വെച്ചിട്ട് മടക്കി വെച്ചിട്ട് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ലൈനിങ് പീസിനനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഫ്രണ്ടും ബാക്കും ഒക്കെ കട്ട് ചെയ്തെടുക്കണം നമുക്ക്. അതുപോലെ തന്നെ ഇനി സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് ഇല്ലാതെ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹക്കോബയുടെ ബാക്ക് സൈഡ് ഇട്ടിട്ട് മാർക്ക് ചെയ്യുക, ഫ്രണ്ടിൽ മാർക്ക് ചെയ്യാതെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചിങ്ങനെ വിട്ട് നിന്നാലും കുഴപ്പമില്ല, നമുക്കതിനൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, ഇതാ ഇതുപോലെയാണ്. ഇനി ഞാൻ സ്ലീവാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് തുണീനെ. അതിന് ശേഷം 3/4 സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10 ഇഞ്ച് വേണം. അപ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസ് അടക്കം മാർക്ക് ചെയ്യുക. അതിനുശേഷം 5.5 ഇഞ്ചും താഴേക്ക് സീം അലവൻസ് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ സെൻറ്റർ കണ്ട് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഞാൻ അധികം ഡാർക്കൻ ചെയ്ത് വരയ്ക്കണില്ല കേട്ടോ, കാരണം അത് കളർ കാണും, കട്ട് ചെയ്ത് പോയാലും ചിലപ്പോൾ കാണും എന്നുള്ളത് കൊണ്ട് ലൈറ്റായിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കട്ട് ചെയ്യാണ്. നോർമൽ സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. ലാസ്റ്റ് മിനിറ്റ് പരിപാടി ആയതുകൊണ്ട് എളുപ്പത്തിലും തട്ടിക്കൂട്ടുമായിട്ടാണ് ഞാൻ അത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതുകൊണ്ട് എളുപ്പപ്പണിക്കാണ് എല്ലാം നോക്കിയിട്ടുള്ളത്. ഹെമ്മിങ്ങേ ഞാൻ ചെയ്തിട്ടില്ല, ഫുൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഹെമ്മിങ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആം ഹോളാണ് ഇപ്പോൾ കട്ട് ചെയ്തത്. ഇതിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം കൊടുത്ത പോലെ തന്നെ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും 8 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്തിട്ട് പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് 3.5 കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബാക്കിലും ഒരു വൈഡ് ആയിട്ടുള്ളൊരു റൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ബാക്കിൽ നമുക്ക് ആ ഒരു സ്ലോപ്പിനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്ലോപ്പ് കൊടുക്കുക. ഞാനിവിടെ ഒന്ന് സ്ലോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിങ് ഓൾമോസ്റ്റ് നമ്മുടെ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇതിൽ ഏതാ നല്ല വശമെന്ന് പ്രിൻ്റ് വരുമ്പോൾ ഹക്കോബയുടെ നല്ല വശം ഏതാ ചീത്ത വശം ഏതാണെന്ന് അറിയാണ്ട് കുറേ നേരം ഞാൻ തിരിച്ചും മറിച്ചും വെച്ച് നോക്കി ഒരു കണക്കിന് കണ്ടുപിടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്യുന്നത്. ഒരു സൈഡ് നോക്കുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നും, ഇപ്പുറത്തേക്ക് തിരിക്കുമ്പോൾ അതാണ് നല്ലതെന്ന് തോന്നും. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ എല്ലാ പീസുകളും നമ്മൾ ലൈനിങ്ങുമായിട്ട് റോങ് സൈഡിൽ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രണ്ടിലെ പീസാണ് കേട്ടോ. ഫ്രണ്ടിലെ പീസിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് മൊത്തമായിട്ട് ഒരു സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് നെക്കിൻ്റെ ആ പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, നെക്ക് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തമായിട്ട് ഇപ്പോൾ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതവിടെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആ ഒരു ഷേപ്പിൽ ഇതിനെ ഇങ്ങനെ ചരിച്ച് കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ എത്തിക്കുക. അപ്പോൾ ഒരു 1/4 ഇഞ്ചിലോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിലോ വേണം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്.
2 സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു സൈഡ് നമ്മളിതാ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഈ സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു സ്റ്റിച്ചും കൂടിയും ഇട്ടെടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മളിതാ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബാക്ക് സൈഡും നമ്മൾ ഇതുപോലെ തന്നെ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കാനുള്ള ആ ഒരു ഭാഗത്ത് പടി വെച്ച് കൊടുക്കണം 2 സൈഡിലും. അപ്പോൾ ഞാൻ കൊളുത്ത് വയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഉൾഭാഗത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഒരു 3 ഇഞ്ച് വീതിയും കറക്റ്റ് ലെങ്ത് ഉള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് അരയിഞ്ച് നമ്മളവിടെ സീം അലവൻസ് ഇട്ടിരുന്ന് ഓർക്കുന്നോ, അപ്പോൾ ആ ഒരു അരയിഞ്ചിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഉള്ളിലാണ് കേട്ടോ വെച്ച് തയ്ച്ചിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലേക്കാണ് അതിനെ മടക്കുന്നത്. കണ്ടോ, ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത അരയിഞ്ചില്ലേ, ആ അരയിഞ്ചിലേക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ വേണം വെക്കാനായിട്ട്. ഇതുപോലെ മടക്കിയിട്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ഇഞ്ച് വീതിയൊക്കെ മതി കേട്ടോ, അതിലും കൂടുതൽ വീതി നിൽക്കണ്ട. 1 ഇഞ്ച് വീതിയൊക്കെ നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് മാക്സിമം നിൽക്കുന്ന രീതിയിൽ വെക്കുക. ഞാൻ പിന്നെ ഹുക്ക് വെക്കാനുള്ള കൊളുത്ത് വെക്കാനുള്ള മടി കൊണ്ട് ഇതുപോലെ എന്താ പറയുക, കൊളുത്താനുള്ള ഒരു ഗ്യാപ്പ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ആ ഒരു വി ഷേപ്പ് ഇങ്ങനെ ഇട്ട് പോവുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു സംഭവം ഇരുന്ന് തുന്നി ഉണ്ടാക്കണല്ലോ, അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ തന്നെയാണല്ലോ, ഞാൻ തന്നെ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്തിടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, ഹുക്കൊക്കെ കറക്റ്റായിട്ട് ഇരുന്നിരുന്നു. അങ്ങനെ ഒരു 4-5 കൊളുത്തിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. താഴെയും മുകളിലും എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ, കാരണം അവിടെയൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടില്ലാത്തതാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കുക. ഇനി ഇപ്പുറത്തെ സൈഡ്, അതായത് നമ്മൾ ഹുക്ക് വയ്ക്കുന്ന സൈഡ് ഉണ്ടല്ലോ, ഹുക്ക് വയ്ക്കുന്ന സൈഡ് നമ്മൾ നല്ല വശത്ത് ഇതുപോലെ തന്നെ ഒരു 3 ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് നല്ല വശത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിനൊന്ന് തയ്ച്ചെടുക്കാം. ഇതേപോലെ അരയിഞ്ചിലൊന്ന് തയ്ച്ച് കൊടുക്കുക. ഒരു 2 സ്റ്റിച്ച് ഇട്ടിട്ട് അരയിഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമ്മളിതിനുള്ളിലേക്ക് മടക്കുകയാണ്. ആ ഒരു പീസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ 2 മടക്ക് മടക്കി മൊത്തമായിട്ട് ഉള്ളിലേക്ക് മടക്കി എടുക്കണം. കണ്ടോ, എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ നിൽക്കുന്ന പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ടക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു 2 ടക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഓരോ ഇഞ്ച് വീതിയുള്ള ടക്കാണ് ഇടുന്നത് കേട്ടോ. നൂലൊന്ന് കൊളുത്തിപ്പിടിച്ചതാണ്. ഓക്കെ, കണ്ടോ, ഇതുപോലെ നമ്മുടെ ടക്ക് വരും. നിർബന്ധമില്ല, ടക്കിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇനി മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ലൂസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഹുക്ക് വയ്ക്കുന്ന ഭാഗവും കൊളുത്തുന്ന ഭാഗവും എന്താ ഇങ്ങനെ വരും. ബാക്ക് നെക്കൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ല, ഇപ്പോൾ ലൈനിങ് ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ അതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡറിൽ സ്ലോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്ലോപ്പ് കട്ട് ചെയ്ത് അതേ രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡ്, അടുത്ത സൈഡ് എടുക്കുക. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് റോങ് സൈഡിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3 സ്റ്റിച്ചൊക്കെയാണ് കേട്ടോ ഞാൻ ഇടാറുള്ളൂ. അതുമ്മേ ഒരു ഇട്ട സ്റ്റിച്ചുമ്മേ തന്നെ വീണ്ടും ഇടാതിരിക്കുക. കുറച്ച് ഒരു പൊടി ഗ്യാപ്പ് ഇട്ടിട്ട് 2 സ്റ്റിച്ച് ഇടുക. അതുപോലെ തന്നെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടി ഇട്ടിട്ടൊന്ന് ലോക്ക് ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം.
അതായത് നമ്മുടെ താഴ്ഭാഗത്ത് ഇതുപോലൊരു എക്സ്ട്രാ പീസ് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമ്മളവിടെ സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു രീതിക്ക് മൊത്തമായിട്ടൊന്ന് അളന്ന് നോക്കുക. നമ്മുടെ മെഷർമെൻറ്റൊക്കെ അളന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ താഴെ ഇട്ടിട്ടുള്ള ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ എത്രയാണോ നമ്മളുടെ സീം അലവൻസ് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു പീസിനെ, ഒരു 3 ഇഞ്ചുള്ള ഒരു പീസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു പീസിനെ ഉള്ളിലേക്ക് വരുന്ന പോലെ ഒന്ന് മടക്കിയിട്ട്, കണ്ടോ ഇതുപോലെ ഒന്ന് മടക്കുക. 2ആയിട്ട് മടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കൈ വെച്ചിട്ട്. അപ്പോൾ അതവിടെ ഒന്ന് സെറ്റായിട്ടിരിക്കും. എന്നിട്ട് ഇതുപോലെ 2 വട്ടം ഒന്ന് മടക്കിയിട്ട് ഹെമ്മിങ് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല നീറ്റായിട്ടിരിക്കുക. പിന്നെ ഇത് വൈറ്റ് ഹക്കോബി ആയതുകൊണ്ട് തന്നെ ത്രെഡ് വർക്കാണ് വരുന്നത് അതിൽ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സ്റ്റിച്ചിട്ടിട്ട് പോവാം. കാരണം അറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരു ത്രെഡ് പോണത് അറിയില്ല. അപ്പോൾ സുഖമായിട്ട് സ്റ്റിച്ചിട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിരുന്നു പണി. ഞാൻ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. സ്ലീവിൻ്റെ എൻഡും ഇതുപോലത്തെ ഭാഗങ്ങളും എല്ലാം സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. നെക്കും ഒക്കെ ഹെമ്മിങ് ഞാൻ ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഇതിൽ. ഞാനത് ഒന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കൂടിയോ കുറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഞാനിത് ഫ്രണ്ടിലെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ ഇതാ ഇത്രയും ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തിന് ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് എക്സ്ട്രാ പീസൊന്നും ബാക്കിൽ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു മെറ്റീരിയലിന് ആ ഒരു ഇത് തന്നെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് സൈഡ് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത സൈഡും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം. ഇതും നമുക്ക് ആദ്യം ചെയ്ത പോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഈ ഒരു നീളത്തിൽ. എന്നിട്ട് ഇതാ ഇവിടെ എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെക്കുക. കാരണം അവിടെ ഒരു ഫിനിഷിങ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പടിയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ക്രോസ് പീസിനെ ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം വേണമെങ്കിൽ ചെറുതായിട്ട് കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചെടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും ഇത് തിരിഞ്ഞ് വരും കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തേലോ കയറി മുറിക്കാതിരുന്നാൽ മതി. ഞാനിത് മുഴുവനായിട്ടും ചെയ്യട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ ഒരു സ്റ്റിച്ചും കൂടി ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, ഈ ഒരു എൻഡിന് ഇതേപോലെ ഇങ്ങനെ തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് കിട്ടും. അതിന് മടിയുള്ളവർ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇത് അറിയില്ല, കുഴപ്പമില്ല, നിന്നോളും, നീറ്റായിട്ട് നിന്നോളും. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഹെമ്മിങ് തന്നെയാണ് നല്ലത് കേട്ടോ. ഒരു പെർഫെക്ഷനും ഒരു നീറ്റ് ലുക്കും ഒക്കെ നമുക്ക് ഹെമ്മിങ് ചെയ്യുമ്പോഴാണ് കിട്ടുക. പിന്നെ എളുപ്പപ്പണി, തട്ടിക്കൂട്ട് പണിയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ബാക്കിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവ് അറ്റാച്ചിങ് ആണ് അടുത്ത പരിപാടി വരുന്നത്. സ്ലീവിൻ്റെ അവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് നമുക്ക്. സ്ലീവ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യണം കേട്ടോ. നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കുഴിച്ച് വെട്ടിയിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് തന്നെയല്ലേ വരുന്നത് എന്ന് നോക്കിയതിന് ശേഷം സെൻറ്ററിൽ നിന്നായിട്ട് സ്ലീവ് ഒരു സൈഡിലേക്ക് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതല്ല വൺ സൈഡ് നിങ്ങൾക്ക് ചെയ്യാൻ
ഓക്കെ ആണെങ്കിൽ ആ രീതിക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 സൈഡ് ആദ്യം ഇങ്ങനെ ചെയ്തു. ഇനി അടുത്ത സൈഡും കൂടി ഫിനിഷ് ചെയ്തെടുത്ത്, അപ്പോൾ 2 സൈഡും നമ്മൾ ആ ഒരു മെത്തേഡിൽ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിതിനെ ഷേപ്പ് കൊടുക്കാം കേട്ടോ. 2 സൈഡും ജോയിൻ ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് മുതൽ നമ്മുടെ താഴെ വേസ്റ്റിൻ്റെ അവിടം വരയ്ക്കും നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അതിലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക 2 സൈഡും. ജസ്റ്റ് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്നിട്ട് നോക്കുക, കറക്റ്റ് ആണെങ്കിൽ അത് ഒരു 2 സ്റ്റിച്ച് ഇട്ട് അതിനെ സെറ്റ് ചെയ്യുക. എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ഇട്ട് സെറ്റാണോ എന്നുള്ളത് കറക്റ്റ് അളവിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്യും കൂടി വേണം, കാരണം ആ ഒരു യെല്ലോ ചോക്കിൻ്റെ ആ പാട് പോകുന്നില്ല ഇതുമെന്ന്. ഇനി നമുക്കിതിൽ ഹുക്ക് വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഹുക്ക് വയ്ക്കൽ എനിക്കധികം പരിചയമില്ലാത്തൊരു പണിയാണ് കേട്ടോ. ഞാൻ അമ്മേനെ കൊണ്ടാണ് ഹുക്ക് വയ്പ്പിക്കുന്നതൊക്കെ ചെയ്യിക്കാറ്. എനിക്ക് മടിയാണ് ഇങ്ങനെ ഇരുന്ന് തുന്നാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മേനെ കൊണ്ടാണ് ചെയ്യിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. ലാസ്റ്റ് മിനിറ്റ് രാത്രി ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഹുക്ക് വയ്ക്കാനായിട്ട് നമ്മൾ കുളത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നേരെയായിട്ട് ജസ്റ്റ് ഒന്ന് ചൂക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ തുന്നി പിടിപ്പിക്കാനായിട്ട് ഈസി ആവും. അപ്പോൾ ഇതെൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടിരിക്കുന്ന കൊളുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് 2-3 എണ്ണമൊക്കെ തപ്പിപ്പറക്കി എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇതിൽ കാണാനില്ല, നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാനതിങ്ങനെ നോക്കി ഓരോന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കി അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തം നമ്മളൊരു 4-5 ഹുക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ കഷ്ടപ്പെട്ട് തുന്നി പിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വൈറ്റ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. ധൃതിപ്പെട്ട് ചെയ്തതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ബ്ലൗസിനുണ്ട്. എന്നാലും ഇട്ട് വന്നപ്പോൾ നമുക്ക് ആ ഒരു സാരിയായിട്ട് നല്ല മാച്ചിങ്ങും സെറ്റായിട്ട് നിന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബ്ലൗസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ചും കൂടിയും സമയമെടുത്തൊക്കെ ഹെമ്മിങ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് അടുത്ത സമ്മർ സീരീസിൻ്റെ വീഡിയോയിൽ കാണാം. താങ്ക് യു.